കുട്ടിയുണ്ട് എൻ്റെ അറിവിൽ. അപ്പോൾ ഇജ്ജ് വാണച്ചാ കെട്ടിക്കോ, 2 കാരണവന്മാരൊക്കെ ഉണ്ട് പറഞ്ഞു. പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് ഉള്ളത് മതി പറഞ്ഞു. അപ്പോൾ ഇത് അനി ഇങ്ങനെ കേൾക്കണം, അനി അങ്ങനെ കേട്ടിട്ടേ ഇപ്പം വേണമെങ്കിൽ ഇക്ക് നോക്കിക്കോ. അത് കമന്റും ചെയ്യണം. പിന്നെ വന്നപ്പോ ടെസ്റ്റ് ചെയ്തപ്പോൾ വല്യമ്മക്ക് മാത്രം പിന്നെയും കൊറോണ. അടിയിട്ടി അങ്ങോട്ട് പല്ലുമ്മ എടുത്തിട്ട് എന്തിലിട്ട് കണിച്ചിട്ട് ആ കുപ്പിയിലിട്ട്, അതൊരു പച്ച കുപ്പിയില്. കൂട്ടൻ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു പോയതൊക്കെ ഒന്നും വയ്യ. ഉണ്ടാക്കണമല്ല പറയാണ്ടാക്കാൻ ഞാൻ പെണ്ണൊന്നും കെട്ടിയില്ലല്ലോ അല്ലേ. ഇപ്പൊ അടുത്ത് ചള്ള വായിക്കണോ ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. സത്യം അല്ലേ, ഫോൺ മേടിച്ചെന്നില്ലേ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ നീച്ചപ്പോൾ ഉമ്മാനെ കാണാമല്ലോ. ഉമ്മ എങ്ങനെ പോയിക്കണേ? കല്യാണത്തിന്. ആരുടെ കല്യാണം കൊണ്ട് കല്യാണത്തിന് പോയിക്കാം. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണ് അവിടെ ചക്ക വെട്ടി വെച്ചിങ്ങനെ കാണുന്നത്. ഉമ്മ എന്തിനു വെച്ചാന്നറിയില്ല. അപ്പോൾ നമുക്ക് ആ ചക്കന്ന് ഇതെന്താ കാട്ടാൻ പറ്റുക? നമുക്ക് ചക്കക്കൂട്ട ഉണ്ടാക്കാം, അതേമാതിരി ചക്ക പൊരിക്കാം, ചക്ക പൊരിക്കാം ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. എന്നാൽ കട്ടി നോക്കിയിരിക്കാതെ ഞാൻ ഇത് ചോളം എടുക്കണ്ടേ? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്യമ്മ ഉണ്ടാകുമ്പോഴല്ലേ ഇതൊക്കെ ചെയ്യുക, വല്യമ്മയിൽ ഇതൊക്കെ ചെയ്യുക. ഞങ്ങൾ ഇവിടെ കൊറോണ കാലത്ത്, കൊറോണ കഴിഞ്ഞിട്ട് എത്ര കഴിഞ്ഞിട്ടാണ് വല്യമ്മ മരിച്ചത്? കൊറോണ കഴിഞ്ഞിട്ട് 3 കൊല്ലം മുന്നേ കൊറോണ. കൊറോണ പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ ഞങ്ങൾക്കൊക്കെ വന്നേക്കണേ. ഏതാ? അബ്ബനെ പരിചയപ്പെടുത്തില്ല. എൻ്റെ പേരെന്താ? അൻസിൽ. എൻ്റെ വീട് എവിടെ? മലമ്പുഴ. എബ്ബ അപ്പുറത്തുള്ള കേട്ടോ, വെറുതെ അറിയാ. എന്നിട്ട് കൊറോണ വന്ന കഥ. ഞങ്ങൾക്ക് കൊറോണ ആദ്യം ഇപ്പാക്ക് വന്നു. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നവിടെ ഗ്രൗണ്ടിൽ കളിക്കാതെ പോകുമ്പോൾ കൊറോണ പിടിച്ചിരിക്കണു. ഇപ്പം കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയിക്കുക. അപ്പാക്ക് കൊറോണ പറഞ്ഞിട്ട് ഇപ്പനെ കൊണ്ടുപോയിക്കണു. ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ ഉണ്ട്. നമ്മളൊക്കെ ആകെ പേടിച്ചു. ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്തു. നമ്മളൊക്കെ പാടെ ഫാമിലി മൊത്തം പോയി. ഞാൻ, ഇവള്, പിന്നെ എൻ്റെ അനിയുണ്ട്, വല്യമ്മ, അങ്ങനെ എല്ലാവരും പാടെ പോയി. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും കൊറോണ. ഞങ്ങളൊക്കെ പാടെ അങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് എവിടെ നമ്മൾ കൊണ്ടുപോയിട്ട്? പട്ടാമ്പി മെഡിക്കൽ കോളേജിൽ തോന്നുന്നുണ്ട്. പട്ടാമ്പി മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടു. ഞങ്ങൾ ഒരാഴ്ച അവിടെ നിന്നു. ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് പോവാണ് ഞങ്ങള്. കാരണം കൊറോണ സ്റ്റാർട്ടിങ് ആണ്, എല്ലാവർക്കും പേടിയുള്ള ടൈമാണ് കൊറോണനെ. അങ്ങനെയായിരുന്നു. ഇങ്ങോട്ട് നമ്മൾ ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോയി അവിടെ എത്തി. ലാസ്റ്റ് നമുക്ക് ആദ്യം കിട്ടി നമ്മളൊക്കെ മാറിയില്ലേ? എത്ര ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് എടുത്തു. അപ്പൊ ഇതിൽ ഞങ്ങളെല്ലാവരും ആദ്യം പാക്ക് വന്നു. എന്നിട്ട് നമ്മളെ കൊണ്ടുപോയപ്പോ എന്നെയും സജീറിനെയും ഉമ്മാനെയും ഒക്കെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങളെ പിന്നെ കൊടുന്നില്ലല്ലോ. അപ്പൊ ഒക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു. അതിലൊക്കെ ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മടത്തേക്ക് തന്നെ പോയിരുന്നു പറഞ്ഞിട്ട് നമ്മക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ 4 ആക്കുണ്ട. ഈ പന കൂട്ടാതെ വല്യമ്മ, ഇക്ക്, അനിയൻ, ഉമ്മ. ഇവൾക്ക് കൊറോണ ഉണ്ടായിരുന്നില്ല. ഇവളെ ഇവിടെ ഒറ്റക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇവളെയും കൊണ്ടുപോയി. ഇവളെ കൊണ്ടുപോയിട്ട് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവൾക്ക് കൊറോണ. ഞങ്ങളപ്പോൾ ഇരുന്നിട്ടുള്ള കൊറോണ വന്നിക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാവരും കൊറോണ മാറി. ഒരു ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല അല്ലേ ഒരു സാധനത്തിന്? എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കുണ്ടായിരുന്നില്ല ടേസ്റ്റ്. കാരണം എനിക്ക് നല്ല സീനായിരുന്നു കൊറോണ. അപ്പോൾ ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. കൊറോണ ഒക്കെ പോയിക്കാം ഞങ്ങളവിടെ. അല്ലാതെ ഞങ്ങൾ ഇതിന് പോയിക്കല്ല, പരിപാടിക്ക് പോയിക്കല്ല, കൊറോണ വന്നിട്ട് പോയിക്കാം. ഞാൻ കഥ പറയുമ്പോ ഞാൻ നേരം കൊണ്ട് ഇത് തൊലിക്കേ അത് കിട്ടും. അങ്ങനല്ല, ഇത് എങ്ങനെ വെച്ചിട്ടാ ഞാൻ തൊട്ടാകെ നസാ കുസയും എൻ്റെ കയ്യൊക്കെ അവിടെ തൊടാത്ത്. ഇതിങ്ങനെ പൊട്ടിക്കേ. അതിനാണ് കജ്ജുമായി മൈക്കം ആവണേനാണ് ഞാൻ മൈക്ക സ്പൂണുമ്മ കെട്ടിയേക്കണേ. പിന്നെ എവിടെ പെടാൻ പറഞ്ഞു നിർത്തി? എവിടെ പറഞ്ഞു നിർത്തിയടാ? അറിയില്ല. കൊറോണ. എന്നിട്ട് വല്യമ്മക്ക് മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ വല്യമ്മക്ക് മാത്രം പിന്നെയും കൊറോണ. പിന്നെയും ഞങ്ങൾ അവിടെ ഒരാഴ്ച വന്നു വല്യമ്മയുടെ മാറാൻ വേണ്ടിയിട്ട്. വല്യമ്മനെ കൂട്ടിട്ടാ പോന്നിക്കണേ. ഞാൻ നിന്നിക്കണോ അവിടെ? ഞാൻ നിന്നിക്കണു. സത്യം ഞാൻ നിന്നിക്കണു. നിങ്ങളൊക്കെ പോകുന്നു. ഞാൻ വല്യമ്മടൊപ്പം പോകുന്നു ഇങ്ങോട്ട് അവിടെ നിന്ന് എന്നിട്ട് പിന്നെ വല്യമ്മക്ക് മാറി നമ്മൾ അങ്ങനെ പോകുന്നു. ആ കൊറോണ കാലം അന്ന് കാലം അടിപൊളിയായിരുന്നു. കൊറോണ അടിപൊളിയൊന്നല്ല കേട്ടോ,
അതൊക്കെ കാലഘട്ടം. നമ്മളിങ്ങോട്ട് വന്നിരുന്നപ്പോ ആരും നമ്മളെ മീറ്റിരുന്നില്ല. അപ്പൊ ഇതിനൊക്കെ കടന്നു കാണാറ്. ഞങ്ങളുടെയൊക്കെ പെരയുടെ കോലം കാണണം, ഫുള്ള് മാറാലും ശരിക്കും നമുക്കൊരു പട്ട വില അല്ല കേട്ടോ, പട്ടിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതേമാതിരിയായിരുന്നു. കാരണം പേടിയാണ് എല്ലാവർക്കും. നമ്മളെ അടുത്തേക്ക് വരാനും എല്ലാത്തിനും പേടിയാ. കൊറോണ സ്റ്റാർട്ടിങ് ആണേ, അങ്ങനെ കൊറോണ കാലം, നമ്മുടെ കൊറോണ കാലം അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വ്ളോഗ് കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കമൻറ്റ് ഇടുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള പിന്നെ ഒരു Q&A ഞാൻ വേറെ ചെയ്യേണ്ടി വരും, ഇതിനുള്ളൊക്കെ റീപ്ലൈ തരാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനൊക്കെ നിൽക്കുക, ഓള് നിൽക്കുക. അപ്പം ഇത് വേഗത്തിൽ തൊലിക്ക്, ഇത് കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത് ഉണ്ടാക്കണേ ഇല്ലേ. ഇതൊന്നും ഇങ്ങനെ കാട്ടടി, ഈ നസ കുസായി കൈ അത് പറഞ്ഞു ഞാൻ. എടാ നമുക്കറിയോ എന്താ കണ്ടെന്ന് അടിപൊളി. ഇവനിക്കറിയേ കണ്ട ഇവനിക്ക് വയ്ക്കണ്ടേ, ഇവൻ ചെയ്യോ അതാ ഇടാ. അടിപൊളിയായിട്ട് തുറക്കണ്ട കേട്ടോ. ചെക്കനെ പറഞ്ഞ് പ്രാഗിയിട്ട് ഇപ്പൊ ചെക്കനക്ക് വെയ്ക്കണില്ല. ഇത് വൈകുന്നേരം ഇതായിട്ട് വേണം ചായ കുടിക്കാനെന്നൊക്കെ പറയുന്നത്. ഇത് എപ്പോഴത്തേന് ഹായ് കണ്ടോ അടിപൊളി. അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ വാപ്പയൊന്നും ഇല്ല ഇവിടെ, ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഇന്ന് പട്ടിണിയാണ്. ഉമ്മ എങ്ങോട്ടോ പോയിക്കാണ്. ചോറുണ്ടാക്കി വെച്ചേക്കണോ? ചോറുണ്ട്, കൂട്ടാനില്ല. കൂട്ടാനില്ലാന്നോ? കൂട്ടാൻ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞ് പോയതൊക്കെ വയ്യ. ഇത് ഉണ്ടാക്കണമല്ല പറ ഉണ്ടാക്കാം. ഞാൻ പെണ്ണൊന്നും കെട്ടിയില്ലല്ലോ അല്ലേ? ഓ ആ കവടി വേണ്ടുള്ളൂ. അത് പറഞ്ഞപ്പോഴാണേ വാപ്പൻ്റെ അടുത്ത് പറയുന്നേ, ഇത് കുഞ്ഞിപ്പെണ്ണ് കേക്ക്, ഇതൊരു രസമുണ്ട്. വാപ്പൻ ഞാനും ഇപ്പിയും സോഫയിലിരിക്കുക, സജീർ അപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അനിയനാട്ടോ സജീർ, അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം എൻ്റെ ഒരു റിലേഷൻ ഇപ്പൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതൊന്നും നടക്കൂല, ആ ഒരു ലെവലിൽ അതൊന്നും സെറ്റാവില്ല, ഒരു നടത്തി തരില്ല എന്ന രൂപത്തിൽ ഇപ്പം ഇങ്ങനെ പറയാം. അത് എന്തിനാ ഇത് കേൾക്കുന്നുണ്ടോ? അത് നടക്കൂല. ഞാൻ വേറെ എൻ്റെ ഒരു അറിവിലൊരാളുണ്ട്, അപ്പോൾ ഒരു കുട്ടിയുണ്ട് എൻ്റെ അറിവിൽ. അപ്പോൾ ഇജ്ജ് വാണച്ചാ കെട്ടിക്കോ, 2 കാരണവന്മാരൊക്കെ ഉണ്ട് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഉള്ളത് മതി പറഞ്ഞു. അപ്പോൾ ഇത് അനി ഇങ്ങനെ കേൾക്കണം, അനി അങ്ങനെ കേട്ടിട്ടേ ഇപ്പം വേണമെങ്കിൽ ഇക്ക് നോക്കിക്കോ. അത് ഇപ്പം കേട്ടേ ഇപ്പം ഇങ്ങനെ ഇപ്പം മോൻ കാണണം, അങ്ങനെ ചെറിയ വന്നിട്ട് ഒരു ചവിട്ടാ ചീറ്. അങ്ങനെയൊക്കെ ഓരോ കഥ. നമുക്ക് അടുത്ത കഥ ഇപ്പം എന്താ പറയുക? പിന്നെ അനിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പണ്ടങ്ങനെ നല്ല അടിയല്ലായിരുന്നു ഞാനും അനിയനും സജ്ജീറും. അടിയാണോന്ന് നിങ്ങളിപ്പോ എന്നാ നിർത്തിക്കണ്? ഇപ്പോഴാണ് അടിയൊക്കെ ഒഴിവായിക്കണം. പണ്ട് ഒരു പൊരിഞ്ഞ അടിയാണല്ലേ. ആദ്യം ഇജ്ജും സജീറായിരുന്നു, പിന്നെ ഞാനും സജീറായി. ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പോഴായിട്ട് അടിയൊന്നും ഉണ്ടാക്കലില്ല പണ്ട് മുതലേ അല്ലേ? അതെ അതെ. എന്താ അടി ഉണ്ടാക്കി? പണ്ടില്ല, ഇപ്പഴത്തെ ഉണ്ടായിക്കണു. ഇപ്പൊ അടുത്ത് ചള്ള വായിക്കണു. ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. സത്യം അല്ലേ? ഫോൺ മേടിച്ചെന്നില്ലേ? പിടിച്ചെന്നു. അങ്ങനെ വെച്ചിട്ടാ ഞാൻ എന്തൊരു ആവശ്യത്തിന് ഇങ്ങനെ പറഞ്ഞു, ഇവളിങ്ങനെ ഫോൺ കളിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ പറയുന്നത് കേൾക്കില്ല. ഞാൻ ചെന്നിട്ട് പറഞ്ഞു അത് ചെയ്ത് പറഞ്ഞപ്പോൾ കേൾക്കണില്ല. ഇജ്ജുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ക്യാമറ എടുക്കാൻ നിസാം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് പ്രാന്ത് വന്നിട്ട് ഫോണിട്ട് മേടിച്ചതിൽ ഫോൺ നിലത്ത് പോകണം. ഇപ്പം എന്തോന്നിട്ട് പറഞ്ഞു, ചെറിയൊരടി അലാക്കിയൊരടി. എന്നിട്ട് ഇവള് കണ്ണാടി, ആ കണ്ണാടി ഏത് കണ്ണാടി പറഞ്ഞത്? മൂത്താപ്പാടത്തെ കണ്ണാടി ഉണ്ടല്ലോ മരടെ, ഒറ്റ കുത്താ കണ്ണാടി ചില്ലൊക്കെ പൊട്ടിട്ടേ കൈയിട്ടിങ്ങനെ കയ്യുമ്പോ ചോരൊക്കെ ഇങ്ങനെ ഒലിക്കുള്ളൂ കയ്യുമ്പോ കൂടെ. കുത്തിയപ്പൊക്കെ പേടിയൊന്നും ഉണ്ടാകുന്നില്ല, കാരണം എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. കുറെ ദിവസമായിക്കണു ഞാൻ ആ കണ്ണാടി ഒന്ന് കുത്തിപ്പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ കുറെ ദിവസമായി ആലോചിക്കണം. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ഞാൻ പിടിച്ചോണ്ട് കുത്തി. അങ്ങോട്ട് ആ കണ്ണാടി പൊട്ടി. ഇക്കാന്ന് വെച്ചാൽ ഞാൻ തച്ചണ്ട് ഈറാണ്ടാണല്ലോ അത് പൊട്ടിച്ചിക്കണ്. കയ്യുമ്മീ മുറി അയക്കണു. കാകര ഇടങ്ങറായിട്ട് ഞാൻ പോയി ചോര വാർന്ന് മരിക്കോ വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞിരുന്നു. ഞാൻ എന്റെ ജനിച്ച കല്ല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാരണം എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ പിന്നെ പോയി. അത് നല്ല കോമഡി. ഇപ്പൊ എന്നാ ചീത്ത അറിയിച്ചിട്ട് ഞാൻ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു. പക്ഷെ കൈ കണ്ടുക്കണോ, ഇത് കൈയൊന്നും പറയണില്ല, പക്ഷെ കണ്ണാടി ഒക്കെ എടുത്ത് ആരെ പൊട്ടിച്ചു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അതിന് ചില്ല് വെച്ചെടുക്ക്, പക്ഷെ എന്റെ കൈയിന് കുറച്ച് ഒരു കൂട്ടവും വേണ്ടിയില്ല. കണ്ടുക്കണോ കൈ പോയി സീൻ, ആ ചില്ല് പൊട്ടിയനാണ് അവിടെ പ്രശ്നം. ചില്ല ഇന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, ഇന്റെ അടുത്ത് വന്ന പിന്നെ ചോദിച്ചു ആരെയും ചില്ലൊക്കെ പൊട്ടിച്ചു വെച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല കുഞ്ഞിപ്പെണ്ണ പൊട്ടിച്ചു കയറാം, ആരാണെങ്കിലും പാടില്ല, ചില്ല അവിടെ റെഡിയാക്കി വെച്ചോണ്ടോ എന്ന് പറഞ്ഞ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയി. അപ്പോൾ ഫോണ് പൊട്ടിയിരിക്കണം കേട്ടോ, ഫോണ് താഴെ കൊണ്ട് തകട് പൊടിയേക്കണം. ഞാൻ വെളിച്ചെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച മാതിരി ആയിരിക്കണം. ഞാൻ ഫോണൊക്കെ മേടിച്ചെടുത്തില്ല. ഫോൺ മേടിച്ചെന്നില്ലേ? ചെറിയ ഫോണ്, അങ്ങനെ കഥ. അടിപൊളി ഫോണാണ്. പക്ഷെ ഞാനത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം പോലെ ഞാനത് പിന്നെ കൊണ്ടേ വിറ്റു.
ഫോണുകളൊന്നും വലിയ സുഖമല്ല, നമുക്ക് ഒരു പൊലിവിന് എടുക്കാം. അടിയുടെ കാര്യം പറയപ്പെടും, ഞാനും അനിയനും പണ്ട് നല്ല അടിയായിരുന്നു. ഇവരടിച്ചിട്ട് മറ്റവന്റെ പല്ല് പാവിന് ഇപ്പോഴും ഉണ്ട് അതിന്റെ പല്ല്. ഫോട്ടോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ അവന്റെ ഫോട്ടോസ് തന്നെ കാണലുണ്ടാവില്ല. എന്നാലും എടുക്കൂല, അവനക്ക് നല്ല പൂതിയാണ് അവന്റെ പല്ല്. അന്ന് നേരായിക്കാണെങ്കിൽ ഇപ്പൊ നേരായിരുന്നു, പക്ഷെ അന്ന് ഞാനും അനിയനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നല്ല അടിയാ. ഒരന്ന് എന്നെ എന്തോ പ്രാവശ്യത്തിന് കാല് പിടിച്ച് ചവിട്ടിയാല് ഞാൻ കാല് പിടിച്ച് വലിച്ചിട്ട് കസാരയില് ഞാൻ എന്തിനാലും അടിണ്ടായിക്കാണ്. അപ്പൊ ഓൻ കസാലയില് ഓനജാസലയിരുന്നിരുന്നെ ഓൻ കസാലയിൽ ഇരിക്കായിരുന്നു. അപ്പൊ ജോന്റെ കാല് പിടിച്ച് ഒറ്റ വെലി വിളിച്ചു. അപ്പൊ ഓൻ നിലത്ത് കൊണ്ടുപോന്റെ പല്ലാണ് നിലത്ത് പോയിട്ട് പല്ലാണ് കുത്തിയിട്ട് വലിയ നിലത്താണ് പോയി. ഇമ്മ മൂത്താപ്പാനൊക്കെ വിളിച്ചിട്ട് ഓടി പോയ മൂത്താപ്പാനൊക്കെ വിളിച്ചിട്ട് മൂത്താപ്പ നിന്നെ പളങ്ങുകയൊക്കെ ചെയ്തു. എന്നിട്ട് നല്ല അടിയിട്ടി. അങ്ങോട്ട് പല്ല് ഉമ്മ എടുത്തിട്ട് എന്തിലിട്ട് കളിച്ചിട്ട് ആ അതൊരു പച്ച കുപ്പിയിലിട്ട് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ചങ്ങായി പോരാ നിങ്ങൾ എന്ത് പണിയെ കാട്ടി, ഇത് കുപ്പിയിലെടുത്ത് എന്തോ തുപ്പലത്തിലാക്കിയിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ പല്ലിപ്പല്ല ഇപ്പം കമ്പിയൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ അത് വേഗം നോക്ക്. ഇത് കട്ടിയോളം ഇരുന്ന് വർത്താനം പറയേണ്ടി വരും, വേറെ വഴിയില്ല. അല്ലപ്പോൾ ഇതിങ്ങനെ എന്താ കാട്ടുക. ഇത്ര ആയിക്കണം കേട്ടോ, ഇത്ര തൊലിച്ച് വെച്ചിക്കണം ഞങ്ങൾ ഈ പറഞ്ഞ നേരം കൊണ്ട്. ഇവനൊക്കെ മാരക പണിയാണ്. എന്താണ് എനിക്ക് പറയല്ല, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ എക്സ്പീരിയൻസ്? നല്ല സുഖമായിരുന്നു, അത് അടിപൊളിയാണ്. ഇപ്പം അടിപൊളിയാ ചക്ക. പാലക്കാട് അല്ലേ, ഇവര് പാലക്കാടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഒരുപാട് പേര് Q&A കുറേ ലവ് സ്റ്റോറി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതൊന്നും എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, വലിയൊരു വീഡിയോ ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ഉപകാരമാവും. നല്ല മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ഇല്ലേ? മഴക്കാറില്ലേ? മഴ പെയ്ത് ആകെ നസ കുസാവും. വരുന്നുണ്ടോ? അമ്മ വരുന്നുണ്ട്. അപ്പോൾ ചോറിനുള്ള കൂട്ടാനായിട്ടോ. ഉമ്മ നോക്കുന്നുണ്ട്. ഉമ്മി പിന്നെ ആരാ? ഉമ്മി മൂത്തമ്മ അജീബ താത്തി. ചോറുണ്ടോ? അത് വേഗം നോക്കടാ കുട്ടാ. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു എവിടെ പഠിച്ചിരുന്നു. ഞാൻ 10 വരെ പഠിച്ചില്ല, 4 വരെ പഠിച്ചത് ഞങ്ങളവിടെ ഒരു KMLP സ്കൂളുണ്ട്, അവിടെ 4 വരെ പഠിച്ചു. ഏതുവരെ എവിടെ പഠിച്ചിരുന്നത്? നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു സ്ഥലത്തല്ല, പക്ഷെ ഒരു സ്ഥലം മാത്രം മാറിയിരിക്കണം. നിങ്ങൾ രണ്ടാളും കുറേ പഠിച്ചു, പക്ഷെ ഞാൻ ഹൈസ്കൂളിലും പഠിച്ചിരുന്നു. അത് നമുക്ക് മാർക്കില്ലാത്തോണ്ടാ. പോയടാ അവിടുന്ന്, നമുക്ക് മാർക്കില്ലാത്തോണ്ടായിരുന്നു. എന്താ നിങ്ങളൊക്കെ എവിടുന്ന വരി? സിനു നല്ല അടി അടിച്ചുല്ലേ? സിനിയൊക്കെ വയറ് വാടക എടുത്തിട്ടാ കല്യാണത്തിന് വെക്കണേ. നല്ല ഫുഡ് അടിച്ചു. എന്തായിരുന്നു ഫുഡ്? ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടായിരുന്നോ? നമ്മക്ക് അതൊന്നും കിട്ടൂല അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇവനെ കാണാണ്ടോ? ഇവനൊക്കെ പണ്ട് പറഞ്ഞു ഇവനൊക്കെ എടുത്തു നടന്നിരുന്ന വെച്ചിട്ടാ അല്ലേ? അനക്ക് വല്ല ഓർമ്മയുണ്ടോ? ചക്കടെ ചക്കക്കുരുട്ടം ഉണ്ടാക്കുക. ചക്കക്കൂട്ടൻ ചക്കക്കറിയല്ലോ, ചക്കക്കുരു കൂട്ടാൻ ഷെയ്ക്ക്. നല്ല രസമുള്ള അല്ലേ? മിന്നൂട്ട് അത്ര നേരം പട്ടിണിയായിരുന്നു, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഉമ്മ വന്നിക്കണം. ഇവരൊക്കെ നമ്മള് കൊറേ എടുത്ത് നടന്നതാണ്. ഇതൊന്നും ഇല്ല കാണിച്ചു കൊടുക്ക്. ഇവരൊക്കെ പിന്നെ കൊറേ കൊറേ എടുത്ത് നടന്നു. പക്ഷെ ഇപ്പൊ നല്ല ഇപ്പോഴും ആ ചെറുപ്പം തന്നെ ചക്ക റെഡി ആവുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉമ്മ പൊരിക്കേണ്ടി വരും കേട്ടോ. നമ്മക്ക് ഇനി പൊരിക്കാറില്ല, ഉമ്മ വന്നിക്കണം. അപ്പൊ അതുകൊണ്ട് ഉമ്മ പൊരിക്കും. ഇവനെ ഉമ്മ കൊണ്ടേക്കോ. നമുക്ക് എന്താ കല്യാണത്തിന് പോയാ? ബിരിയാണി കഴിക്കുമ്പോ പൈസ കൊടുത്തില്ലെങ്കിൽ പോലീസിനെ വിളിക്കുന്നു. അപ്പൊ കയ്യിന്റെ ഒക്കെ കോലം നോക്കി നോക്ക്. ഇതൊക്കെ ഞാൻ കളഞ്ഞു കൊടുക്കേണ്ടി വരും. നല്ല പണിയെടുക്ക, കാര്യമായിട്ട് പണിയെടുക്കണ്ട്. ചക്ക രസം അടിപൊളിയാ. നമ്മുടെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു അത്യാവശ്യം ചക്ക ആയിട്ടുണ്ട്. ചക്ക ഒന്ന് കാണിച്ചു കൊടുക്കടാ.
കഴിഞ്ഞു ഫുള്ളും കഴിഞ്ഞില്ലേ? അപ്പം ഇനി ഇത് വറക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം 10 മിനിറ്റ് വീഡിയോ ഉണ്ട്. അത് ചെറിയ വീഡിയോ ഒക്കെ ഉള്ള പരിപാടിയായിരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ, പിന്നെ നിങ്ങൾ ലവ് സ്റ്റോറി ചോദിച്ചിരുന്നു. ലവ് സ്റ്റോറി ഞാൻ പിന്നെ വഴിയേ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരു വലിയ വീഡിയോ പറയാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസുകൾ ചെയ്യാം. പിന്നെ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോൾ എന്താ പറയാനുള്ളൂ? ഒന്നും പറയാമല്ലോ. വളഞ്ഞു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതും താഴെ കമൻറ്റ് ഇടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അവസാനത്തെ കാര്യം പറയോ? ഇടാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞോ. പറയെടുത്തോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. എല്ലാവരും കമന്റും ചെയ്യണം. അത് കുഴപ്പമില്ല, ട്രൈ കിട്ടും. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും അടിക്കണം. പിന്നെ കമന്റും ഇടണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവരോടും ബൈ.